ദൈവത്തെ വിശ്വസിക്കുന്നതല്ല വിഷയം, ദൈവത്തെ കൊണ്ട് വിശ്വസിപ്പിച്ചെടുക്കുന്നതിലാണ് വിഷയം. അതാ റിസ്ക്. ഇപ്പം മറ്റെല്ലാവരെയും കാണുമെന്ന് പറഞ്ഞില്ലേ, ചാക്ക് കണക്കിന് ചില്ലിക്കാശ് പണ്ടാരത്തെ തള്ളിയ ആൾക്കാരുണ്ട്, അവരെ ദൈവം വിശ്വസിക്കണില്ല. അതാ ഒരു ഉപജീവനത്തിനുള്ള വക മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഇട്ടിരിക്കുന്നത്, അതിലാണ് ദൈവം വിശ്വസിക്കണത്. വാട്ട് ഡിസ്പോസിഷൻ, നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണെന്നാണ്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു സാക്ഷ്യം ഞാൻ കണ്ടായിരുന്നു. അതായത് കാല് പഴുത്തിരിക്കുകയാണ്, കാല് പഴുത്തിട്ട് ആ പഴുത്ത കാലും വെച്ചുകൊണ്ട് തൊത്തിയും മുടന്തിയും പോയി പത്രം കൊടുത്തുകൊണ്ടിരിക്കണേ. അത് എല്ലാ വീട്ടിലും ഇങ്ങനെ ഈച്ച വാർത്ത് കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? അവിടെ സാക്ഷ്യം കേൾക്കണം. എൻ്റെ ദൈവപൈതലേ, കർത്താവ് നിൻ്റെ ഡിസ്പോസിഷൻ കറക്റ്റാണെങ്കിലേ, നീ ആത്മാർത്ഥമാണ് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിന് ഒരു നിമിഷം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അപ്പക്കത്ത് ഉടമ്പടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ സത്യസന്ധയാണ്, ദൈവത്തെ മനസ്സിലാകും. ഉടമ്പടി വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തയുടെ പദ്ധതിയാണ്.